നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ജൂലിയ ഓർ ലൂണ എന്നുള്ള കഹാനിയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് നേഹ സിംഗ് എന്ന എഴുത്തുകാരിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ, സ്റ്റോറി എന്നാണ് അർത്ഥം വരുന്നത്. നേഹ സിംഗ് ഈ രചന ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയായ ജൂലിയ ലോറൻ ഹിൽ എന്ന പെൺകുട്ടി കാലിഫോർണിയയിലെ 200 അടി ഉയരമുള്ളതും ഏകദേശം 1000 വർഷം പഴക്കമുള്ളതുമായ ലൂണ എന്ന പേരുള്ള ഒരു റെഡ്വുഡ് മരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ മരം മുറിക്കുന്നത് തടയാന് 738 ദിവസം ആ മരത്തിന്റെ മുകളിൽ താമസിച്ചു. ജൂലിയ ആ മരത്തിന്റെ മുകളിലുള്ള ഒരു കൂടാരത്തിലാണ് താമസിച്ചത്. ഇത് നടന്നത് 1997 ഡിസംബർ 10-നും 1999 ഡിസംബർ 18 ആ കാലഘട്ടത്തിലാണ്. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഒരുപാട് ഇല്ലാതിരുന്നിട്ടും ഈ ലോകം മൊത്തം അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിയൽ ഇൻസിഡന്റിനെ കുറിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണ് നമ്മുടെ സ്റ്റോറിയുടെ പേര് ജൂലിയ ഓർ ലൂണ എന്ന് വന്നത്. ജൂലിയ എന്നുള്ളത് ആ പെൺകുട്ടിയുടെ പേരാണ്, ലൂണ എന്നുള്ളത് ആ മരത്തിന്റെ പേരും. അപ്പൊ നമുക്കിനി കഥയിലേക്ക് കിടക്കാം. एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटे पहुंचे. ഏക് റോസ് എന്ന വാക്കിന് സമാനമായ അർത്ഥമുള്ളതാണ് ഏക് ദിൻ എന്നുള്ളത്. ഇപ്പൊ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് സമാനാർത്ഥി ശബ്ദ ചുൻകർ ലിഖേ എന്നുള്ള ചോദ്യം. അതായത് സമാനമായ അർത്ഥമുള്ള വാക്കുകൾ തെരഞ്ഞെടുത്തെഴുതാൻ. അപ്പൊ നിങ്ങളോട് ഏക് റോസ് എന്നതിന് സമാനമായിട്ടുള്ള വാക്ക് ഏതാന്ന് ചോദിച്ചാൽ ഏക് ദിൻ എന്ന് എഴുതി കൊടുക്കുക. അതായത് ഒരു ദിവസം, കുച്ച് കുറച്ച്, ഹട്ടി കട്ടി എന്ന് പറഞ്ഞാല് സശക്ത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നല്ല ശക്തരായിട്ടുള്ള ആളുകള്, ബഡേ സേ പേട് വലിയ മരം, കാഡ്ന എന്ന് പറഞ്ഞാല് മുറിക്കുക. ഒരു ദിവസം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, നല്ല ശക്തരായിട്ടുള്ള ആളുകള് ഒരു വലിയ മരത്തിനെ മുറിക്കാനായിട്ട് വന്നു. ഏക് ലടുക്കിനെ ഉനെ ദേഖ് ലിയ. ലടുക്കി എന്ന് പറഞ്ഞാല് പെൺകുട്ടി, ദേഖ് ലിയ എന്ന് പറഞ്ഞാല് കണ്ടു, ഒരു പെൺകുട്ടി അവരെ കണ്ടു. വഹ് ജഡ് പേട് പർ ചढ़ गई. ജഡ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, പേട് എന്ന് പറഞ്ഞാൽ മരമാണ്, ചढ़ गई എന്ന് പറഞ്ഞാൽ കയറി, അവള് പെട്ടെന്ന് മരത്തിൽ കയറി. ആദ്മിയോനെ പെഹലെ ഉസേ സംജായ ഫിർ ദംകായ ബഹോത് ഡരായ. പെഹലെ എന്ന് പറഞ്ഞാല് ആദ്യം, ഫിർ എന്ന് പറഞ്ഞാല് പിന്നീട്, ദംകായ ഭീഷണിപ്പെടുത്തി. ബഹുത് എന്ന വാക്കിന് സമാനമായ അർത്ഥമാണ് ബഹുത്ത് എന്നുള്ളതിന്. ഒരുപാട് എന്നുള്ള അർത്ഥമാണ് ബഹുത്ത് എന്നതിന് വരുന്നത്. ഡരായ എന്ന് പറഞ്ഞാല് പേടിപ്പിച്ചു, ഭയപ്പെടുത്തി എന്നുള്ള അർത്ഥമാണ്. ഈ മരം മുറിക്കാനായി വന്ന ശക്തരായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ആദ്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. പിന്നീട് ഭീഷണിപ്പെടുത്തി, ഒരുപാട് ഭയപ്പെടുത്തി, പേടിപ്പിച്ചു. എന്നിട്ട് ആ പെൺകുട്ടി പറയാണ് മേ നഹി ഉത്തരൂങ്കി. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, ആ പെൺകുട്ടിയാണ്, ജൂലിയയാണ് ഇവിടെ മേ എന്ന് പറയുന്നത് കേട്ടോ. നെഹി ഉത്തരൂങ്കി എന്ന് പറഞ്ഞാല് ഇറങ്ങില്ല, ഞാൻ ഇറങ്ങില്ല എന്ന് പെൺകുട്ടി പറഞ്ഞു. ലടുക്കി ചില്ലായി ഔർ ഏക് ശാഖ പർ ജാ ബേഠി. ലടുക്കി എന്ന് പറഞ്ഞാല് പെൺകുട്ടി, ചില്ലാന എന്ന് പറഞ്ഞാല് അലറുക, ഒച്ച വെക്കുക. ശാഖ എന്ന് പറഞ്ഞാല് ശാഖ എന്ന് തന്നെയാണ്. ബേഠി എന്ന് പറഞ്ഞാല് ഇരുന്നു. ആ പെൺകുട്ടി അലറിക്കൊണ്ട് പറയാണ് ഞാൻ ഇറങ്ങില്ല. അങ്ങനെ മരത്തിന്റെ ഒരു ശാഖയിൽ പോയിട്ട് ഇരുന്നു. ആദ്മിയോനെ സോച്ച ആഖിർ കബി തോ ഉത്തരേഗി തബ് കാട്ടെങ്കി പേട്കോ. ഈ മരം മുറിക്കാൻ വന്ന ആളുകൾ വിചാരിച്ചു അവസാനം എപ്പോഴെങ്കിലും ഈ പെൺകുട്ടി ഇറങ്ങുമല്ലോ, അപ്പോൾ മുറിക്കാം മരത്തിനെ. ദിൻ, ഹഫ്തെ, മഹീനെ ബീത് ഗയേ. ദിൻ എന്ന് പറഞ്ഞാല് ദിവസം, ഹഫ്ത എന്ന് പറഞ്ഞാൽ ആഴ്ച, മഹീന എന്ന് പറഞ്ഞാല് മാസം. അങ്ങനെ ദിവസം, ആഴ്ചകള്, മാസങ്ങള് കടന്നുപോയി. പർ ലടുക്കി തോ ഉത്തരി ഹി നെഹി. പറയുന്നു പറഞ്ഞാല് പക്ഷേ, ലടുക്കി എന്ന് പറഞ്ഞാല് പെൺകുട്ടി. ഇവിടെ പെൺകുട്ടി ആരാണ്? ജൂലിയാണ് കേട്ടോ. പക്ഷെ പെൺകുട്ടി ഇറങ്ങിയതേ ഇല്ല. അപ്പൊ ജൂലി ആ മരത്തുനിന്ന് ഇറങ്ങിയതേ ഇല്ല. അപ്പൊ മരം മുറിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ആ മരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആളുകൾ എന്താ വിചാരിച്ചത്, കുറച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായാലും ഈ ജൂലിയ താഴേക്ക് ഇറങ്ങുമല്ലോ, അപ്പൊ മരം മുറിക്കാന്ന്. പക്ഷെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയിട്ടും ജൂലിയ ആ മരത്തുനിന്ന് ഇറങ്ങിയില്ല. लोगों को जब पता चला तो उसके
ഈ ആളുകള് ഒരു പെൺകുട്ടി ഇങ്ങനെ മരം മുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം ആ മരത്തില് താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ उसके लिए खाना पानी स्टव किताबें गद्दा कंबल कपड़े सब ले आए. ഇപ്പൊ ഹിന്ദി പഠിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്നുള്ളത് വാക്കുകളുടെ അർത്ഥം അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ വാക്കിന്റെയും അർത്ഥം അതിന്റെ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദി ഇപ്പൊ അറിയില്ല എന്നുണ്ടെങ്കിലും അത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ വാക്കുകളൊക്കെ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നോട്ട് ബുക്കിലോ എഴുതി കൊടുക്കുക. പരീക്ഷയ്ക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും പിന്നെ ഈ കഥയിൽ നിന്ന് പല ചോദ്യങ്ങളും വരുമ്പോഴും നമുക്ക് ഈ അർത്ഥങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ശരിയായിട്ട് എഴുതാനും പറ്റും. അപ്പൊ ഈ രീതിയിൽ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഓരോ പ്രധാനപ്പെട്ടതും ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതും നിങ്ങൾ നോട്ട് ചെയ്യുക. കാരണം പരീക്ഷയ്ക്ക് അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നിങ്ങൾ ഈ പാഠഭാഗം എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്നോ നമുക്ക് അത്ര അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഓരോ വാക്കും ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ പഠിച്ചെടുത്ത് വരിക. ഇപ്പൊ ഇവിടെ ഖാന എന്ന് പറഞ്ഞാല് ഭക്ഷണം എന്നുള്ള അർത്ഥമാണ്. പാനി എന്ന് പറഞ്ഞാല് വെള്ളം. സ്റ്റോവ് എന്ന് പറഞ്ഞാല് അടുപ്പാണ്. കിതാബി എന്ന് പറഞ്ഞാല് പുസ്തകങ്ങൾ. കിതാബ് എന്ന് പറഞ്ഞാല് ബുക്ക്, പുസ്തകം എന്നുള്ള അർത്ഥമാണ്. ഗദ്ദ എന്ന് പറഞ്ഞാല് മെത്ത. കമ്പൽ കമ്പിളി. കപ്പിടി വസ്ത്രങ്ങൾ. സബ് ലിയായി എല്ലാം കൊണ്ടുവന്നു. അപ്പൊ ഒരു പെൺകുട്ടി ഒരുപാട് മാസങ്ങളായിട്ട് മരത്തിന്റെ മുകളിലുണ്ടെന്ന് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവൾക്ക് ഭക്ഷണവും വെള്ളവും അടുപ്പും പുസ്തകങ്ങള് മെത്ത കമ്പിളി വസ്ത്രങ്ങളെല്ലാം കൊണ്ടുവന്നു. ശുക്രിയ ലടുക്കി ചഹചഹായി. ശുക്രിയ എന്ന് പറഞ്ഞാല് നന്ദി, താങ്ക്സ്, താങ്ക് യു. ചഹചഹായി എന്ന് പറഞ്ഞാല് പ്രസന്ന ഹോക്കർ മധുർ ശബ്ദമേ ബോലി. അതായത് പെൺകുട്ടി വളരെ സന്തോഷത്തോടു കൂടി താങ്ക്സ് പറഞ്ഞു. കാരണം എന്താ? ഇത്രയും ദിവസം ഒരു വലിയൊരു മരത്തിന്റെ മുകളിൽ നിന്നിട്ട് ആളുകൾ അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു കൊടുത്തോണ്ട്. ഉസ്നെ ചിടിയോं की तरह पेड़ पर अपना घोंसला बना लिया. ഉസ്നെ എന്ന് പറഞ്ഞാല് അവള്, ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി, ചിടിയോं की तरह എന്ന് പറഞ്ഞാല് പക്ഷികളെ പോലെ, പേട് പർ മരത്തില്, ഘോസ്ല എന്ന് പറഞ്ഞാല് കൂട്, ബനാലിയ എന്ന് പറഞ്ഞാല് ഉണ്ടാക്കി. അവൾ പക്ഷികളെ പോലെ മരത്തില് തന്റെ കൂടുണ്ടാക്കി. ബാരിഷായി, സർദിയായി, ഭയങ്കര उसने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. ഉസ്നെ എന്ന് പറഞ്ഞാല് അവൾ, ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി, ചിടിയോं की तरह എന്ന് പറഞ്ഞാല് പക്ഷികളെ പോലെ, പേട് പർ മരത്തിൽ, ഘോസ്ല എന്ന് പറഞ്ഞാല് കൂടാണ്, ബനാലിയ എന്ന് പറഞ്ഞാല് ഉണ്ടാക്കി. അവൾ പക്ഷികളെ പോലെ മരത്തില് തന്റെ കൂടുണ്ടാക്കി. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജൂലിയ ഓർ ലൂണ എന്നുള്ള കഥ എങ്ങനെയാണ് തുടങ്ങിയത്, അതിൽ എന്തൊക്കെ ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്, ആ കഥ എങ്ങനെയാണ് അവസാനിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അതിൽ നിന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് കഥയിലെ കുറച്ച് കാര്യങ്ങൾ തന്ന് അത് ക്രമത്തിൽ എഴുതാനുള്ള ചോദ്യം വരാം. ആ ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പിന്നെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സഹി പ്രസ്താവ് ചുൻകർ ലിഖീം. അതായത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാൻ. നമ്മുടെ ഈ കഥയിലുള്ള ശരിയായിട്ട്, അതായത് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ തന്നിട്ടുണ്ടാവും. പിന്നെ തെറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ കഥ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഓരോരോ ചെറിയ പോയിന്റ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള ഈ അടിവരയിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഓരോ പോയിന്റുകളും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ബാക്കി വായിക്കാം. ബാരിഷായി, സർദിയായി, ഭയങ്കര ആന്തി തൂഫാനായി, ബർഫ് പടി. ബാരിഷ് എന്ന് പറഞ്ഞാല് മഴയാണ്, ആയി എന്ന് പറഞ്ഞാല് വന്നു, സർദി ഠണ്ടാണ്, തണുപ്പ്, ഭയങ്കര എന്ന് പറഞ്ഞാല് ഭയാനകമായ, ഭയപ്പെടുത്തുന്ന, നമുക്ക് കാണുമ്പോൾ പേടി തോന്നുന്ന, ആന്തി തൂഫാൻ. ആന്തി എന്ന് പറഞ്ഞാല് കൊടുങ്കാറ്റ്, നമ്മൾ വളരെ വേഗത്തിൽ വീശുന്ന കാറ്റ്. ആ കാറ്റുകൊണ്ട് പൊടിയൊക്കെ ഉയർന്ന് 4 ഭാഗത്തും ഇരുട്ട് വ്യാപിക്കുന്നതാണ്. തൂഫാൻ എന്ന് പറഞ്ഞാല് വളരെ വേഗത്തിൽ വീശുന്ന കാറ്റാണ്. അതിലൂടെ ഒരുപാട് പൊടിയൊക്കെ ഉയർന്നിട്ട് മഴ പെയ്യും. അപ്പൊ മഴ വന്നു, തണുപ്പ് വന്നു, ഭയാനകമായ കൊടുങ്കാറ്റ് വന്നു, ബർഫ് പടി മഞ്ഞു പെയ്തു.
पर पेड़ ने लड़की को बचाए रखा और लड़की ने पेड़ को. ഈ മഴയും തണുപ്പും ഭയാനകമായ കൊടുങ്കാറ്റും മഞ്ഞൊക്കെ ഉണ്ടായപ്പോഴും ഈ പെൺകുട്ടിയെ ഈ മരമാണ് രക്ഷിച്ചത്. അതേപോലെ ഈ മരത്തിനെ പെൺകുട്ടി രക്ഷിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആരെയാണ് രക്ഷിച്ചെന്ന് മനസ്സിലായല്ലോ. മരത്തിനെ പെൺകുട്ടിയും പെൺകുട്ടിയെ മരവുമാണ് രക്ഷിച്ചത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. കഹാനി പഠിക്കൽ സുനാവൂ. കബി ലड़की पेड़ से पूछती तो कभी पेड़ लड़की को अपने पत्तों से हवा का बहता राग सुनाता. കഹാനി എന്ന് പറഞ്ഞാല് കഥയാണ്. ലടുക്കി പെൺകുട്ടി, പേട് മരമാണ്, പൂച്ചന ചോദിക്കുക, പത്ത ഇല, ഹവ എന്ന് പറഞ്ഞാല് കാറ്റ്. കഹാനി പഠിക്കൽ സുനാവൂ. കഥ വായിച്ചു കേൾപ്പിക്കട്ടെ എന്ന് ഈ പെൺകുട്ടി ഇടയ്ക്ക് മരത്തോട് ചോദിച്ചാല് ഈ മരം ചിലപ്പോഴൊക്കെ തന്റെ ഇലകൾ കൊണ്ട് കാറ്റ് വീശുന്ന ശബ്ദം കേൾപ്പിക്കും. അതായത് ഒരുപാട് ഇലകൾ ഒരുമിച്ച് വീശുമ്പോൾ ശബ്ദം കേൾക്കില്ലേ, അത് കേൾപ്പിക്കുമെന്ന്. ഹട്ടേ കട്ടേ ആദ്മിയോ കെ സേട്ടിനെ അജീബോ ഗരീബ് തർക്കീബേം ലഗായി. ഹട്ടേ കട്ടേ എന്ന് പറഞ്ഞാല് സശക്ത്, നല്ല ബലവാന്മാരായിട്ടുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള. സേട്ട് എന്ന് പറഞ്ഞാല് ബോസ് ആണ്. അജീബ് എന്ന് പറഞ്ഞാല് വിയേർഡ് ആയിട്ടുള്ള, നല്ല വിചിത്രമായിട്ടുള്ള. തർക്കീബ് എന്ന് പറഞ്ഞാല് ഉപായം, പ്രതിവിധി, ട്രിക്ക്, മെത്തേഡ് എന്നൊക്കെ പറയും അതിന്. ഈ മരം വെട്ടാൻ വന്ന ശക്തരായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ ബോസ് വളരെ വിയേർഡ് ആയിട്ടുള്ള, വിചിത്രമായിട്ടുള്ള ഉപായങ്ങൾ ഉപയോഗിച്ചു. കബി पेड़ के नीचे लाउड स्पीकर पर तेज शोर मचाया. कभी पेड़ के ऊपर हेलीकॉप्टर उड़ा उड़ा कर लड़की को रात रात भर जगाए रखा. ഇടയ്ക്ക് മരത്തിന് താഴെ ലൗഡ് സ്പീക്കറിൽ ഭയങ്കര ശബ്ദം ഉണ്ടാക്കും, നല്ല സൗണ്ട് ആക്കി വെക്കും. ഇടയ്ക്ക് മരത്തിന്റെ മുകളില് ഹെലികോപ്റ്റർ പറത്തിയിട്ട് അങ്ങനെ രാത്രി മുഴുവൻ അതിന്റെ ശബ്ദമായിരിക്കുമല്ലോ. അപ്പൊ ഈ പെൺകുട്ടിയെ രാത്ത് ഭർ ജഗായെ രക്ക, രാത്രി മുഴുവൻ അതിനെ ഉണർത്തി വെക്കുക, അതായത് അതിനെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇരിക്കുക. അപ്പൊ ഇതൊക്കെ അവരെന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത്? ആ പെൺകുട്ടിയെ മരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഈ ശക്തരായിട്ടുള്ള ആളുകൾക്ക് ആ മരം മുറിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവരെന്ത് ചെയ്തു? ആ പെൺകുട്ടിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു നോക്കി. അപ്പൊ മരത്തിന്റെ താഴെ എന്താ വെച്ചത്? ലൗഡ് സ്പീക്കർ വെച്ചു. മരത്തിന്റെ മുകളിൽ ഹെലികോപ്റ്റർ കൊണ്ട് പരത്തി. തും ഹമാരി ദോസ്തി കബി നഹി തോട് പാവോഗി, ലड़की ബുലന്ദ് ആവാസ് മേ ഉനേ കഹത്തി. ദോസ്തി എന്ന് പറഞ്ഞാല് സൗഹൃദം, ഫ്രണ്ട്ഷിപ്പാണ്. തോടിന എന്ന് പറഞ്ഞാല് തകർക്കുക, ബ്രേക്ക് ചെയ്യുക. നെഹി തോട് പാവുക എന്ന് പറഞ്ഞാല് തകർക്കാൻ കഴിയില്ല. ആവാസ് എന്ന് പറഞ്ഞാല് ശബ്ദം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം ഒരിക്കലും തകർക്കാൻ കഴിയില്ല, ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഈ പെൺകുട്ടി ഉയർന്ന ശബ്ദത്തില്, നല്ല സൗണ്ടില് അവരോട് പറയുകയാണ്. അപ്പൊ ഈ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക, അത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? തും ഹമാരി ദോസ്തി കഭി നഹി തോട് പാവോഗെ എന്നുള്ളതാണ്. അത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർ മേ മഷ്ഹൂർ ഹോ ഗയാ. അനോഖി എന്ന് പറഞ്ഞാല് വിചിത്രമായ, അതുല്യമായ. ദോസ്തി ഫ്രണ്ട്ഷിപ്പാണ്. ദുനിയ എന്ന് പറഞ്ഞാല് ലോകം, വേൾഡ് എന്നുള്ള അർത്ഥമാണ്. മഷ്ഹൂർ എന്ന് പറഞ്ഞാല് പ്രസിദ്ധ്. ഈ ഒരു വേർഡ് പല എക്സാമിനും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, സമാനാർത്ഥി ശബ്ദം എഴുതാനായിട്ട്. അപ്പൊ മഷ്ഹൂർ എന്ന് പറഞ്ഞാല് പ്രസിദ്ധ് എന്നുള്ളതാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അവരുടെ യുണീക്കായിട്ടുള്ള, അതുല്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കഥ ലോകമെമ്പാടും പ്രസിദ്ധമായി, ഫേമസ് ആയി എന്നാണ് പറയുന്നത്. ഉൻകെ ഇർദ് ഗിർദ് ഹസാറോ ലോഗ് ഇക്കട്ടാ ഹോനെ ലഗെ. ഇർദ് ഗിർദ് എന്ന് പറഞ്ഞാല് നാല് ഭാഗത്തും ചുറ്റിലും, ഹസാർ എന്ന് പറഞ്ഞാല് 1000. അവരുടെ നാല് ഭാഗത്തും ചുറ്റിലും ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരാൻ തുടങ്ങി. അപ്പൊ ഈ വരി പ്രധാനപ്പെട്ടതായതുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക. ഹട്ടേ കട്ടേ ആദ്മിയോം और उनके सेठ को लड़की पेड़ उनकी दोस्ती और उनके हजारों दोस्तों से डर लगने लगता था. ഹട്ടേ കട്ടേ സശക്ത്, സ്ട്രോങ് ആയിട്ടുള്ള, അല്ല ബലവാന്മാരായിട്ടുള്ള ആളുകൾക്ക്, സേട്ട് എന്ന് പറഞ്ഞാല് ബോസ്, ഇപ്പൊ ഇവരുടെ മരം മുറിക്കാൻ വന്നിട്ടുള്ള ആളുകളുടെ ബോസിന്
ലടുക്കി എന്ന് പറഞ്ഞാല് പെൺകുട്ടി, പേട് എന്ന് പറഞ്ഞാൽ മരമാണ്, ദോസ്തി നിങ്ങൾക്ക് അറിയാലോ ഫ്രണ്ട്ഷിപ്പാണ്, ഡർ എന്ന് പറഞ്ഞാല് പേടി, ഭയം എന്നുള്ള അർത്ഥമാണ്. ഈ മരം വെട്ടാൻ വന്ന സ്ട്രോങ് ആയിട്ടുള്ള ശക്തരായ ആളുകൾക്കും അവരുടെ ബോസിനും ഈ പെൺകുട്ടിയോടും ഈ മരത്തിനോടും അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനോടും അതേപോലെ ഈ പെൺകുട്ടിയുടെയും മരത്തിന്റെയും ആയിരക്കണക്കിന് സുഹൃത്തുക്കളോടും പേടി തോന്നാൻ തുടങ്ങിയിരുന്നു. 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. ഇന്തിസാർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം, ചുപ്ചാപ്പ് മിണ്ടാതെ, സൈലന്റ്. വഹ എന്ന് പറഞ്ഞാൽ അവിടെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. 738 ദിവസം വരെ മരം മുറിക്കാൻ കാത്തിരുന്നതിന് ശേഷം ഒരു ദിവസം ഈ ആളുകള് മിണ്ടാതെ സൈലന്റ് ആയിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. വാദാ കരോ യഹാ കെ കിസി ബി പേड़ को कभी नहीं काटोगे. लड़की ने सेठ से वादा ले लिया. വാദ എന്ന് പറഞ്ഞാല് പ്രോമിസ്, വാഗ്ദാനം, നമ്മൾ ഉറപ്പ് കൊടുക്കുക, വാക്ക് കൊടുക്കുക എന്ന് പറയില്ലേ, അതാണ്. സീട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹട്ടേ കട്ടെ, നല്ല ബലവാന്മാരായിട്ടുള്ള ആളുകളുടെ ബോസിനെയാണ് സേട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഈ പെൺകുട്ടി ഈ സേട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രോമിസ് വാങ്ങാണ്. പ്രോമിസ് ചെയ്യേ ഇവിടുത്തെ ഒരു മരവും ഒരിക്കലും മുറിക്കില്ലെന്ന്. ലടുക്കീനെ സേട്ട് സേ വാദാ ലേ ലിയ. ഈ പെൺകുട്ടി ഈ ബോസിൽ നിന്നൊരു പ്രോമിസ് വാങ്ങി, ഒരു ഉറപ്പ്, ഒരു വാക്ക് കൊടുത്തു ഈ സേട്ട്, ഇവിടെയുള്ള ഒരു മരവും ഒരിക്കലും മുറിക്കില്ലെന്ന്. സാരേ പേട് ബച്ച് ഗയേ. എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. ഉസ് ലड़की का नाम जूलिया है. उस पेड़ का नाम है ലൂണ. ആ പെൺകുട്ടിയുടെ പേര് ജൂലിയ എന്നാണ്, ആ മരത്തിന്റെ പേര് ലൂണ. ദോനും ആജ് ബി പക്കേ ദോസ്ത് ഹെ. രണ്ടുപേരും ഇന്നും ഉറ്റ സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത്. ഇവിടെ ജൂലിയ എന്ന പെൺകുട്ടിക്ക് ലൂണ എന്ന മരത്തിനോടുള്ള ഒരു ആത്മാർത്ഥ സ്നേഹവും അതേപോലെ ആ മരത്തിനും പെൺകുട്ടിയോടുള്ള ഒരു ആത്മാർത്ഥ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഈ മരം ആ പെൺകുട്ടിയെ സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മരത്തിനെയും വെട്ടി നശിപ്പിക്കാൻ പാടില്ലെന്നും മരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള ഒരു വലിയ മെസ്സേജ് നമുക്ക് ഈ കഥയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ജൂലിയയെ കുറിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതൊന്ന് വായിച്ചു നോക്കാം. ഇതൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളതെന്ന് ഞാൻ സ്റ്റോറി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. जूलिया लॉरेन हिल का जन्म 28 फरवरी 1974 को मिसूरी के माउंट वेर्नोन यूएस में हुआ. ജൂലിയ ലോറൻ ഹില്ല് 18 ഫെബ്രുവരി 1974 മിസൂറിയിലെ മൗണ്ട് വെർണോണിലാണ് ജനിച്ചത്. अब जूलिया बटरफ्लाई हिल के नाम से जानी जाती है. ജൂലിയ ലോറൻ ഹിൽ എന്നാണ് ജൂലിയയുടെ യഥാർത്ഥ പേര്. പക്ഷേ ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. आप एक सफल लेखिका, अमेरिकी पर्यावरण कार्यकर्त्री और प्रेरक वक्ता है. ജൂലിയ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എഴുത്തുകാരിയും അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയും ഒരു മോട്ടിവേഷൻ സ്പീക്കറും ആണ്. आप जंगलों पेड़ों की कटाई रोकने के लिए 10 दिसंबर 1997 और 18 दिसंबर 1999 के बीच 738 दिन 200 फुट ऊंचे लगभग 1000 साल पुराने കാലിഫോർണിയ റെഡ്വുഡ് പേഡ് മേ രഹി. അതായത് കാടുകളും മരങ്ങളും വെട്ടി നശിപ്പിക്കുന്നത്, അത് വെട്ടി മാറ്റുന്നത് തടയാൻ വേണ്ടിയിട്ട് ജൂലിയ ഡിസംബർ 10, 1997 തൊട്ട് ഡിസംബർ 18, 1999 ഇടയിൽ 738 ദിവസം ഈ 200 അടി ഏകദേശം 1000 വർഷം പഴക്കമുള്ളതായ കാലിഫോർണിയയിലെ ആ റെഡ്വുഡ് മരത്തില് ഇരുന്നു. ജൂലി എത്രത്തോളം ആത്മാർത്ഥതയിലാണ് ആ മരത്തിനെ സംരക്ഷിച്ചതെന്ന്
നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം 738 ദിവസം ഒരു മരത്തിന്റെ മുകളിൽ താമസിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. ജൂലിയ पेड़ के शीर्ष के पास एक तंबू में रही थी ताकि पैसिफिक लंबर कंपनी के लकड़हारे इसे काट न सके. ജൂലിയ മരത്തിന്റെ ടോപ്പിൽ മുകളിൽ ഒരു കൂടാരത്തിലാണ് താമസിച്ചിരുന്നത്. ഈ പസഫിക് ലംബർ കമ്പനിയുടെ മരം വെട്ടുകാർ ഈ മരത്തിനെ വെട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. वे अंततः पेड़ को बचाने के लिए लंबर कंपनी के साथ एक समझौते पर पहुंची. ഒടുവില് മരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ലംബർ കമ്പനിയുമായി ഒരു എഗ്രിമെന്റിലെത്തി, ഒരു കരാറിലെത്തി. ഇപ്പൊ ജൂലിയ ഈ മരത്തിനെ, നമ്മുടെ ലൂണ എന്നുള്ള റെഡ്വുഡ് മരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ലംബർ കമ്പനിയുമായി ഒരു എഗ്രിമെന്റിലെത്തി. വഹ് പേड़ प्यार से लूना के नाम से जाना जाता था. അതായത് ജൂലിയ സംരക്ഷിച്ച മരം സ്നേഹത്തോടുകൂടി ലൂണ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആളുകൾ ഈ മരത്തിനെ സ്നേഹത്തോടുകൂടി ലൂണ എന്നാണ് വിളിക്കുന്നത്. जूलिया ने सन 2000 में अपने पेड़ पर बैठने के अनुभव के बारे में एक किताब प्रकाशित की. नाम है द लेगेसी ऑफ लूना. ജൂലിയ 2000 താൻ മരത്തിലിരുന്ന അനുഭവത്തെ കുറിച്ച് ഒരു പുസ്തകം, ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു, പബ്ലിഷ് ചെയ്തു. ആ ബുക്കിന്റെ പേരാണ് ദ ലെഗസി ഓഫ് ലൂണ. ജൂലിയ ഓർ ലൂണ എന്നുള്ള കഹാനി ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ 8ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.